ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ പാർട്ടീഷൻ വാല്യൂസ്, അതായത് മീഡിയൻ, ക്വാർട്ടൈൽസ്, പെർസെൻറ്റേൽസ്, ഡിസൈൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ, അതായത് QT ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് കൂടുതൽ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കണ്ടിന്യൂസ് സീരീസാണ്, അതായത് മാർക്ക് ക്ലാസ് ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ട്, ഒപ്പം തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീഡിയം കണ്ടുപിടിക്കുക, ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുക. ക്വാർട്ടൈൽസിൽ നമുക്ക് Q1, Q2, Q3 ആണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് Q2 എന്ന് പറയുന്നത് മീഡിയം തന്നെയാണ്. അപ്പോൾ നമുക്ക് മീഡിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ Q2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, Q1ഉം Q3യും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ D4 അല്ലേ, അതായത് ഡിസൈൽസ് 4 കണ്ടുപിടിക്കണം. ദെൻ പെർസെൻറ്റേൽ 60, P60 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് സീരീസിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മീഡിയൻ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ എഴുതുന്നു, പിന്നെ അതിനുശേഷം ഫ്രീക്വൻസി എഴുതുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നു അല്ലേ. അപ്പോൾ ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂ ആണ് നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് അല്ലേ. ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂ ആണ് എക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 0 to 10 എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് ഇൻ്റർവൽ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 13, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 13 തന്നെ അല്ലേ. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഫ്രീക്വൻസി എഴുതി, അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ ആദ്യത്തെ വാല്യൂ നമ്മൾ ആദ്യത്തെ ഫ്രീക്വൻസി തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആദ്യ കോളത്തിൽ എഴുതും. അതിനുശേഷം നമുക്ക് 13 + 17 തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്ത് നമ്മൾ താഴെ വരെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് n കിട്ടും അല്ലേ. അതായത് 270 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് മീഡിയൻ, അതായത് മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? മീഡിയൻ L1 + L2 - L1 / F × m - e എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം ആദ്യം അല്ലേ. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു m, അതായത് m = n/2 എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. n/2. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസുമാണ് നമ്മൾ n+1 / 2 ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോൾ അത് n/2 ആണ്. n/2 ഐറ്റം കണ്ടുപിടിക്കണം. അതായത് 270, അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ 270 / 2 ഐറ്റം അല്ലേ. അപ്പോൾ 135th ഐറ്റം അല്ലേ. അത് നമുക്ക് 135ാമത്തെ ഐറ്റം കിട്ടും. അപ്പോൾ 135 എന്ന് പറയുന്നത് ഈ ഒരു ഫ്രീക്വൻസി കോളത്തിലേക്ക്, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളത്തിൽ 135 എവിടെയായിരിക്കും വരിക? ഇതിന് ആയിരിക്കും വരിക അല്ലേ. കാരണം 80 കഴിഞ്ഞാൽ പിന്നെ 80 കഴിഞ്ഞിട്ട് 135 വരുന്നത്. 135 എന്ന് പറഞ്ഞാൽ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലായിട്ടുള്ള 140 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതാണ് മീഡിയം ക്ലാസ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് L1ഉം L2 ഫ്രീക്വൻസിയും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുക. നമുക്ക് മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് 30 ഉം 40 ആണ് പറഞ്ഞ് നമ്മളിവിടെ വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 30 എന്ന് പറയുന്നത് L1 ആണ് അല്ലേ. അപ്പോൾ 30 + L2 എന്ന് പറയുന്നത് 40 ആണ്. 40 - 30 / 60, ആ ഒരു മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി അല്ലേ. മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി 60. ദെൻ ഇൻറ്റു 135 അല്ലേ. m എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് m ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 135th ഐറ്റം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് m എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ m വരുന്നത്. ഈ ക്യാപിറ്റൽ ലെറ്റർ m ആണ് മീഡിയൻ അല്ലേ. ഇത് സ്മോൾ ലെറ്റർ m ആണ്. -c എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അല്ലേ. അപ്പോൾ അതായത് 80. അപ്പോൾ ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 39.17 എന്നുള്ള ആൻസറാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മീഡിയം കണ്ടെത്തി, അതായത് മീഡിയൻ ഈക്വൽ ടു ഇത് തന്നെയാണ് എന്ത്? Q2 എന്ന് പറയുന്നത് മീഡിയം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിനി Q1 കണ്ടുപിടിക്കാം. Q1 കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ ഇൻ്റർപോളേഷൻ ഫോർമുല മീഡിയൻ ഉപയോഗിക്കുന്ന ഫോർമുല തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ Q1 ആവും അല്ലേ. അതായത് m എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമുക്ക് Q1 എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സ്മോൾ ലെറ്റർ Q1 ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു മീഡിയനിൽ കണ്ടുപിടിച്ച പോലെ തന്നെ ക്വാർട്ടൈലിൻ്റെ ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി Q1 = n/4. അപ്പോൾ ക്വാർട്ടൈൽ ആയതുകൊണ്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. നമ്മൾ മീഡിയനിലാവുമ്പോൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ക്വാർട്ടൈലാവുമ്പോൾ അത് 4 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നതിനാണ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ n/4 എന്ന് വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ n/4th ഐറ്റം, അതായത് 270 തന്നെ, നമുക്കിതിന് ടോട്ടൽ വ്യത്യാസമൊന്നുമില്ല. 270 / 4th ഐറ്റം അല്ലേ. അപ്പോൾ 67.5th ഐറ്റം എന്ന് വരും. അപ്പോൾ 67.5th ഐറ്റം എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ക്ലാസ് കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് 67ാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ 80ലാണ്, ഇതിൻ്റെ കൂടെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ക്വാർട്ടൈൽ ക്ലാസ് അല്ലേ. നമുക്ക് 20-30 ആണ് ക്വാർട്ടൈൽ ക്ലാസ്. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി. ഇപ്പോൾ ഇതാണ് നമുക്ക് C ആയിട്ട് വരുന്നത് അല്ലേ. അതായത് 30 ആണ് നമുക്ക് C ആയിട്ട് വരുന്നത്. അതായത് തൊട്ട് മുമ്പുള്ള ക്വാർട്ടൈൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ എമൗണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഫോർമുല വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, നമുക്ക് 20 + 30 - 20 / 50 × 67.5 അല്ലേ. 67.5 ആണ് Q1, നമ്മളിവിടെ എഴുതി.
30 എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം ക്വാർട്ടൈൽ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ എമൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 27.5 എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് Q1. അപ്പോൾ നമ്മൾ പറഞ്ഞു Q2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് Q3 കണ്ടുപിടിച്ചാൽ മതി. Q3 കണ്ടുപിടിക്കുമ്പോൾ ഫോർമുല അത് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ എന്താവും Q3 എന്ന് വരും അല്ലേ. അപ്പോൾ Q3 ആകുമ്പോൾ 3 × n/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Q3 വരുമ്പോൾ ഇവിടെ 3യും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക, 3 × n/4 ആണ്. അപ്പോൾ 3 × 270/4. അപ്പോൾ നമുക്ക് 202 അല്ലേ, 2.5 അല്ലേ, 5th ഐറ്റം. അപ്പോൾ നമുക്ക് Q3 എന്ന് പറയുന്നത് 202.5 ആണ്. അപ്പോൾ 202.5 എവിടെയാണ് വരുന്നത്, ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു Q3യുടെ ക്ലാസ്സായിട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി, ഇതാണ് അതിൻ്റെ C എന്ന് വരുന്നത് അല്ലേ. ഇക്വേഷനിൽ ഇൻ്റർപോളേഷൻ ഫോർമുലയിൽ C വരുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 50 + 60 - 50/45 × 202.5 അല്ലേ. ഇവിടെ Q3 എന്ന് പറയുന്നത് 202.5, അതിവിടെയാണ് കൊടുക്കേണ്ടത്, -195 അല്ലേ. അപ്പോൾ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 51.67 നമുക്ക് ആൻസർ കിട്ടും. അത് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് D4 കണ്ടുപിടിക്കണം അല്ലേ. ക്വസ്റ്റിനിൽ D4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ D4 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു ഡിസൈൽസിൻ്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി 4 × n/5th ഐറ്റം ആണല്ലേ. 5th ഐറ്റം അല്ല, 10th ഐറ്റം അല്ലേ. നമുക്ക് ഡിസൈൽ അറിയാൻ നമുക്ക് 10 ഭാഗങ്ങളാണ് തരംതിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 × n/10 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 × n എന്ന് പറയുന്നത് 270 തന്നെയാണ്. 4 × 270/10 അപ്പോൾ 1080/10 എന്ന് വരും. ഇപ്പോൾ 108th ഐറ്റം അല്ലേ. അപ്പോൾ 108th ഐറ്റം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർപോളേഷൻ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ഇവിടെ D4 എന്നാണ് അതിന് പറയുന്നത്. D4 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് 108 എന്നുള്ളത് അല്ലേ. അപ്പോൾ അതനുസരിച്ച് 108th ഐറ്റം ഇതിലെവിടെയാണെന്ന് നോക്കുക. 108 എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് വരുന്നത്, 140 ഇതിൽ വരും അല്ലേ. അപ്പോൾ 30-40 തന്നെയാണ് അതിൻ്റെ ക്ലാസ് ഇൻ്റർവലായിട്ട് വരുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഐറ്റംസ് എഴുതുന്നു. ആ ഇൻ്റർപോളേഷൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ D4 ലൈസ് ഇൻ ബിറ്റ്വീൻ 30-40 ആ ഒരു ക്ലാസ് കണ്ടുപിടിച്ചു. അപ്പോൾ D4 = 30 + 40 - 30/60 × 108 - 80 അല്ലേ. അപ്പോൾ നമുക്കത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 34.67 എന്നുള്ള ആൻസർ കിട്ടും. ഇനി നമുക്ക് P60 കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം ഇക്വേഷനിലൊക്കെ അതുപോലെ തന്നെയാണ്. ഇക്വേഷൻ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. P60 ആകുമ്പോൾ ഇവിടെ ഈ ഇൻ്റർപോളേഷൻ ഫോർമുലയിൽ P60 എന്ന് വരും. അപ്പോൾ ഇവിടെ P60th ആ ഒരു ഐറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പെർസെൻറ്റേജ് ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി 60 × n/100 എന്നല്ലേ. അപ്പോൾ 60 × 270/100 16,200/100 എന്ന് പറയുമ്പോൾ 162th ഐറ്റം എന്ന് വരും അല്ലേ. അപ്പോൾ 162th ഐറ്റം ഈ പറഞ്ഞിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളത്തിൽ എവിടെ കിടക്കുന്ന നോക്കുക. 162 എന്ന് പറയുമ്പോൾ 195 അല്ലേ. അതിൻ്റെ നേരെയായിട്ടുള്ള ഇതാണ് മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത് 40-50. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി, ഇതാണ് അതിൻ്റെ C എന്ന് പറയുന്ന വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് പെർസെൻറ്റേജിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആ ഒരു ഇൻ്റർപോളേഷൻ ഫോർമുലയിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്ലാസ് അപ്പോൾ 50-40 അതായത് 40 ആണ് L1, 50 L2, L1 / ഫ്രീക്വൻസി. ഇത് നമുക്ക് P60 അല്ലേ, സ്മോൾ ലെറ്റർ P60 -140. അപ്പോൾ നമുക്കിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 44 എന്നുള്ളത് P60 കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. പരമാവധി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. തനിയെ വീഡിയോ ഒക്കെ പോസ് ചെയ്ത് വെച്ചിട്ട് തനിയെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വീണ്ടും ഓണാക്കി അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ചെയ്ത് നോക്കുക കേട്ടോ. ആ രീതി ചെയ്യാം. നമുക്ക് ഇന്ന് മറ്റൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അതായത് എങ്ങനെയാണ് മീഡിയനും ക്വാർട്ടൈൽസൊക്കെ ഗ്രാഫിക്കലി നമുക്ക് രണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കലി അതിനെ ഒരു ലെസ് ദാൻ ഫ്രീക്വൻസി ഒജീവ് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതായത് ഫ്രം ദി ഫോളോവിംഗ് ഡാറ്റ ലൊക്കേറ്റ് ദ വാല്യൂ ഓഫ് മീഡിയൻ ആൻഡ് ക്വാർട്ടൈൽസ് ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ടു ലൊക്കേറ്റ് ദ മീഡിയൻ ആൻഡ് ക്വാർട്ടൈൽസ് ഗ്രാഫിക്കലി വി ക്യാൻ യൂസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഒജീവ്. അതായത് ലെസ് ദാൻ ടൈപ്പ് കർവ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒജീവിൽ നമ്മൾ ലെസ് ദാൻ ടൈപ്പ് കർവ് വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഒരു n/2 എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് രണ്ടു ഗുണം കൂടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മീഡിയനും ക്വാർട്ടൈലൊക്കെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഒജീവ് പഠിച്ച് നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ലെസ് ദാൻ കർവും ഒപ്പം തന്നെ മോർ ദാൻ കർവും കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം അതിൻ്റെ സെൻട്രൽ വാല്യൂ താഴോട്ട് വരച്ച് നമ്മൾ മീഡിയം കണ്ടുപിടിച്ചു അല്ലേ. നമുക്കിപ്പോൾ മോർ ദാൻ ലെഫ്റ്റ് ഹാൻഡ് ആവശ്യമില്ല, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് മാത്രമാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന n/2 ഫോർമുല വെച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ദാൻ ഒജീവാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് ദാൻ ഒജീവിന് വേണ്ടി ആദ്യത്തെ നമ്മൾ ലെഫ്റ്റ് ദാൻ ഒജീവ് എന്ന ആ ഒരു കോളം, പിന്നെ ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം അല്ലേ, അത് ലെഫ്റ്റ് ദാൻ ഒജീവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം. അപ്പോൾ ലെഫ്റ്റ് ദാൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ അപ്പർ വാല്യൂസ്, അതായത് ക്ലാസ് ഇൻ്റർവലിൻ്റെ അപ്പർ വാല്യൂസ് മാത്രം എടുത്താൽ മതി. 10, 20, 30, 40, 50 അങ്ങനെയുള്ള അപ്പർ വാല്യൂസ് മാത്രം നമ്മൾ ലെഫ്റ്റ് ദാൻ 10, ലെഫ്റ്റ് ദാൻ 20, ലെഫ്റ്റ് ദാൻ 30, ലെഫ്റ്റ് ദാൻ 40 അങ്ങനെ എഴുതുന്നു. അങ്ങനെ കംപ്ലീറ്റ് ലെഫ്റ്റ് ദാൻ 70 വരെ എഴുതുന്നു അല്ലേ, അപ്പർ വാല്യൂസ് അവസാനം വരെ എഴുതുന്നു. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെഫ്റ്റ് ദാൻ ഒജീവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്
നമ്മൾ സാധാരണ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഫ്രീക്വൻസി ഇങ്ങോട്ട് എടുത്തെഴുതി, അതിനുശേഷം 5ഉം 15ഉം അല്ലേ, അത് തമ്മിൽ കൂട്ടി നമ്മൾ 20 കണ്ടെത്തി. then 15ഉം 10ഉം കൂട്ടി 30 കണ്ടെത്തി. അതുപോലെ നമുക്ക് സാധാരണ പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോൾ എഴുതുക. ഇതാണ് n ആയിട്ട് വരുന്നത് അല്ലേ, കണ്ട് ടോട്ടലാണ് n എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് എത്രാമത്തെ ഐറ്റം ആണെന്നുള്ളത് അല്ലേ അതോടെ കണ്ടുപിടിച്ച് വെക്കണം. മീഡിയൻ ഈസ് ഈക്വൽ ടു n/2th ഐറ്റം അല്ലേ. അപ്പോൾ 100/2 എന്ന് പറയുന്നത് 50th ഐറ്റമാണ്, അത് കണ്ടുപിടിക്കണം. Q എന്ന് പറയുമ്പോൾ n/4th ഐറ്റമാണ്, അപ്പോൾ നമുക്ക് 25th ഐറ്റം കിട്ടും. Q3 എന്ന് പറയുമ്പോൾ 3 × n/4 ആണ് അല്ലേ, അപ്പോൾ 3 × 100/4 നമ്മൾ 75th ഐറ്റം കിട്ടും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഐറ്റം എല്ലാം ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു ഗ്രാഫ് വരച്ച് ഇതങ്ങോട്ട് പ്ലോട്ട് ചെയ്താൽ മതി. ഈ വാല്യൂസ് പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുക. y ആക്സിസും x ആക്സിസും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര മുതലാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണല്ലേ. അതായത് y ആക്സിസിൽ എഴുതുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും വേരിയബിൾസ് ആയിട്ടുള്ളത് നമുക്ക് ക്ലാസ് ഇൻ്റർവലിൻ്റെ ആ ലെസ് ദാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതിയില്ല, അപ്പർ വാല്യൂസ് എഴുതിയില്ലേ, ആ വേരിയബിൾസ് എല്ലാം നമ്മൾ x ആക്സിസിലും കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുക. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിലും ഈ ലെസ് ദാൻ വാല്യൂസ് ആണെങ്കിലും 10 മുതൽ 100 വരെയാണുള്ളത് അല്ലേ. നമുക്ക് 10 മുതൽ 100 വരെ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഒരേ അളവിൽ 10 മുതൽ 100 വരെ ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ എഴുതുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ അതുപോലെ തന്നെ 10 മുതൽ 100 വരെ അല്ലേ, ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ 1 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ കറക്റ്റായിട്ട് സ്കെയിൽ അളന്ന് ഒരേ ഡിസ്റ്റൻസിൽ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് ലെസ് ദാൻ 10, ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ലെസ് ദാൻ 10ൻ്റെ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതാണ് 5 ആണല്ലേ. അപ്പോൾ ഇവിടെ 10 വരുന്നു, 10ൻ്റെ നേരെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് വരുമ്പോൾ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുക 10നും, ഒപ്പം തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് 5ൻ്റെ നേരെ തൊട്ട് മുകളിലായിട്ട് മാർക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് വരുന്നത് എത്രയാണ്, 20 എന്ന് പറയുന്നത് 20 തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ 20ൻ്റെ നേരെ 20ൻ്റെ നേരെയായിട്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നു അല്ലേ. അടുത്തത് നോക്കുക, അടുത്തത് 30ആണ്, 30ൻ്റെ നേരെ വരുന്നത് 30 തന്നെയാണ്. 40ൻ്റെ നേരെ 55 അല്ലേ, 30ൻ്റെ നേരെ 30, 40ൻ്റെ നേരെ 55, ആ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു അല്ലേ. 40ൻ്റെ നേരെ 55 വന്നിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ, ഇവിടെ മാർക്ക് ചെയ്താണ് മാറിപ്പോയിരിക്കുന്നത്, ഇവിടെയാണ് 55 വരുന്നത് അല്ലേ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് ഫുൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വാല്യൂസിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഫ്രീ ഹാൻഡായിട്ട് നമ്മളിങ്ങനെ വരച്ച് വിടുന്നു അല്ലേ, ഇങ്ങനെ ഒരു വരയ്ക്കുന്നു. ഇനിയാണ് നമ്മൾ മീഡിയനും ക്വാർട്ടയിലും ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കണ്ടെത്തിയിരിക്കുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, അതായത് മീഡിയൻ ഈസ് ഈക്വൽ ടു 50th ഐറ്റം അല്ലേ, 50th ഐറ്റം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവിടെയാണ് നമുക്ക് 50 വരുന്നത്, 50 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 50യിൽ നിന്ന് നേരെ നമ്മൾ ഈ ലൈനിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അവിടെ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുമ്പോൾ എവിടെയാണ് മുട്ടുന്നത്, അതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മീഡിയൻ ഏകദേശം 38 വരും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കാം, അതായത് Q1 കണ്ടുപിടിക്കാൻ 25th ഐറ്റമാണ്. അപ്പോൾ 25th എന്ന് പറഞ്ഞാൽ 20ക്കും 30ക്കും ഇടയ്ക്ക് അല്ലേ, കറക്റ്റ് 25th നേരെ ഈ വരയിലേക്ക് കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് താഴോട്ട് വരയ്ക്കുമ്പോൾ ഏതാണോ വാല്യൂ വരുന്നത് അല്ലേ, ഇവിടെ നമുക്ക് താഴെ വരുന്ന ഈ വാല്യൂ അതാണ്, അതായത് 25ആണ് Q1 വരുന്നത്. ഇപ്പോൾ Q3 വരുന്നത് എത്രയാണ്, 75th ഐറ്റമാണ്. 75 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇടയ്ക്കാണ്. ഇവിടെ നിന്നോട്ട് ഈ വരയിലേക്ക് വരയ്ക്കുന്നു, അവിടെ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 50 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇൻ്റർപോളേഷൻ ഫോർമുലയും മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. ഏകദേശം സെയിം ആയിട്ടുള്ള ആൻസർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇത്തരം രീതിയിലാണ് നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് ഒജി വരച്ചുകൊണ്ട് നമുക്ക് മീഡിയനും ഒപ്പം തന്നെ ക്വാർട്ടയിലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഈ പ്രോബ്ലം കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ മോഡിലേക്ക് കടക്കുന്നതാണ് കേട്ടോ. മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മോഡ് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കത് പരിഹരിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് അടുത്തതിൻ്റെ പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.